ഹലോ, ഇന്ന് നമുക്ക് ഒരു ലൈറ്റ് മ്യൂസിക് പഠിക്കാം കേട്ടോ. കാരണം എന്താണെന്നറിയോ, ഇപ്പം നിങ്ങൾ സബ്ജിയിലേക്ക് പോകാനുള്ള തിരക്കാണ് അല്ലേ. അപ്പോൾ ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട് സബ്ജിയിലേക്ക് പാടാൻ പറ്റിയിട്ടുള്ള നല്ലൊരു ലൈറ്റ് മ്യൂസിക് പഠിപ്പിക്കാൻ വേണ്ടിയിട്ട്. അപ്പം ഈ ഒരു ലൈറ്റ് മ്യൂസിക് എന്ന് പറയുന്നത് അത്യാവശ്യം നല്ല റേഞ്ചുള്ള ഒരു ലൈറ്റ് മ്യൂസിക് തന്നെയാണ്. നിങ്ങൾക്ക് സബ്ജിയിലേക്കും ജില്ലയ്ക്കൊക്കെ പാടാൻ പറ്റിയിട്ടുള്ള ഒരു ലൈറ്റ് മ്യൂസിക് തന്നെയാണ് കേട്ടോ. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളിത് പഠിക്കുക. എല്ലാവർക്കും നമസ്കാരം. ദീപ്ത സംഗീതത്തിലേക്ക് സ്വാഗതം. ഞാൻ ദീപ കിഷോർ. ഈ ഗാനത്തിൻ്റെ ആദ്യം നമുക്കൊരു ഹമ്മിങ് കൊടുത്തിട്ടുണ്ട്. ആ ഹമ്മിങ് കുറേശ്ശെ ആയിട്ട് ആദ്യം ഒന്ന് പഠിച്ചെടുക്കണം കേട്ടോ. എന്നിട്ടാണ് പല്ലവിയിലേക്ക് കയറുന്നത്. അപ്പോൾ നോക്കാം നമുക്ക്. എന്നാണ് ഫസ്റ്റിൽ ഹമ്മിങ് വരുന്നത്. അത് എന്ന് തുടങ്ങണം. നമ്മൾ സ്റ്റാർട്ടിങ് അങ്ങനെയാണ് എടുക്കുന്നത്. എന്നാണ് ആ സംഗതി വരുന്നത്. അതേപോലെ തന്നെ താഴേക്ക് ഇറങ്ങി വരികയാണ് സംഗതികൾ. നോക്കിയേ, എൻഡിങ്ങിൽ വരുമ്പം ആ ഒരു സംഗതിയാണ് കൊടുത്തിട്ടുള്ളത്. ഫസ്റ്റിൽ എന്താണ്, ഇങ്ങനെ പോകുന്നു. അങ്ങനെ രണ്ട് സംഗതികൾ അവിടെ. മൂന്നാമത്തെ എൻഡിങ് വരുമ്പോൾ ആ ഒരു സംഗതിയാണ് കൊടുക്കുന്നത്. ഇനി അതിൻ്റെ അടുത്തത് നോക്കിക്കേ. എന്നാണ് കൊടുക്കുന്നത്. അപ്പോൾ അത് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് പഠിക്കാൻ വേണ്ടിയിട്ട് എന്നാണ് കേട്ടോ. ഞാനത് കുറച്ച് സ്ലോ ആക്കിയതാണ്. എന്നാണ് അടുത്തത് വരുന്നത്. നോക്കിക്കേ, എന്നാണ് എന്നാണ് കേട്ടോ. ഇനി അടുത്തത് എന്നാണ് പിന്നെ വരുന്നത്. മുകളിലോട്ട് പോയിട്ട് അവിടുന്ന് ഓരോ സ്റ്റെപ്പ് ഇറങ്ങി താഴെ എത്തണം. നോക്കിക്ക്, എന്നാണ്. അപ്പോൾ ഓരോ സ്റ്റെപ്പായിട്ട് നമുക്ക് തോന്നില്ലേ, കണ്ടോ, ലാസ്റ്റ് വരുന്നത്. ഇനി ലാസ്റ്റ് അതാണ് വരുന്നത്. ഒന്നുമില്ല. എന്നാണ് വരുന്നത് കേട്ടോ. ഹമ്മിങ് മാത്രം മുഴുവനായിട്ട് നമുക്കൊന്ന് പാടി വെക്കാം. ഇനി നമുക്കതിൻ്റെ പല്ലവി നോക്കാം. റെഡി? സാവധാനം പഠിക്കണം കേട്ടോ. ഓരോ വരികളായിട്ടാണ് പഠിച്ചെടുക്കേണ്ടത് കേട്ടോ. റെഡി? നിലാമഴയുടെ രാഗവേ പഞ്ചിക മീട്ടുവാൻ ആരൊരാൾ ചാരി വന്നു. രാഗവേ പഞ്ചിക മീട്ടുവാൻ ആരൊരാൾ ചാരി വന്നു.
എന്നാണ് ആദ്യത്തെ 2 ലൈന്. അതൊന്ന് നോക്കൂ. നില, അത്രയും സംഗതി ആ നില എന്നുള്ള ആ ഒരു സെൻറ്റൻസിന് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നോക്കിക്കേ, നില എന്ന്, നില, ഓക്കെ, നില, അതെ, ആ സംഭവമാണ് കൊണ്ടുവരേണ്ടത്. ആദ്യം നില, ഓക്കെ. അപ്പോൾ അത്രയും സംഗതി താഴേക്ക് വരുന്നുണ്ട്. എന്നാണ്. നില, മഴയുടെ, മഴയുടെ എന്നാണ്. രാഗവേ പഞ്ചിക, എന്ന് കൊണ്ടുവരണം. പഞ്ചിക എന്നാണ് കേട്ടോ. രാഗവേ പഞ്ചിക. ക്ലിയർ ആയോ? ആ ഒറ്റ വരി ഒന്നുകൂടെ നോക്കിക്കേ. നില, മഴയുടെ, രാഗവേ പഞ്ചിക എന്നാണ് കേട്ടോ. ഇത് താളം നന്നായി ശ്രദ്ധിക്കണം. കുറച്ചുകൂടി സ്പീഡിലാണ് പാട്ട്. ഞാൻ നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ട് അത് സ്ലോ ആക്കിയതാണ് കേട്ടോ. മീട്ടുവാൻ, അടുത്ത വരി, മീട്ടുവാൻ ആരോ ആരൊരാൾ. അവിടെയും ചെറിയൊരു സംഗതി കൊടുത്തിട്ടുണ്ട്. ആരൊരാൾ, രാൾ എന്നാണ്. ആൾ, മീട്ടുവാൻ ആരൊരാൾ. ക്ലിയർ ആയോ? ചാരി വന്നു എന്നാണ് കേട്ടോ. നില, മഴയുടെ, രാഗവേ പഞ്ചിക, മീട്ടുവാൻ ആരൊരാൾ ചാരി വന്നു. നില, മഴയുടെ, രാഗവേ പഞ്ചിക, മീട്ടുവാൻ ആരൊരാൾ ചാരി വന്നു. താളത്തിൽ ഇങ്ങനെ പോകണം കേട്ടോ. അടുത്ത വരി നോക്കിക്കേ. തരളിത, തരളിത ഭാവങ്ങൾ എന്നാണ്. തരളിത ഭാവങ്ങൾ, തരളിത ഭാവങ്ങൾ എന്നാണ് കേട്ടോ. ഭാവങ്ങൾ എന്നാണ്. ങ്ങൾ എന്നുള്ളത് പ്ലെയിൻ അല്ല, കുഞ്ഞു നോട്ടുണ്ട്, ശ്രദ്ധിക്കുക കേട്ടോ. തരളിത ഭാവങ്ങൾ, മനസ്സിലായോ? താമരയല്ലി പോൽ എന്നാണ്. താമര, താമര, താമരയല്ലി എന്നെടുക്കണം അവിടെ. എന്നാണ് കേട്ടോ. സ്ലോ ആക്കിയത് നിങ്ങൾക്ക് അതുപോലെ പാടി പഠിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ ഒന്നുകൂടെ നോക്കിയേ. തരളിത ഭാവങ്ങൾ താമരയല്ലി പോൽ. അടുത്ത വരി. ആരെയോ ആരെയോ ഏറെ നാൾ, ആരെയോ ആരെ ആരെ എന്നെടുക്കണം അവിടെ. ആരെയോ യോ ഏറെ നാൾ, ഏറെ ഏറെ നാൾ, നാൾ. അത് കഴിഞ്ഞിട്ട് നമ്മൾ പല്ലവി പാടുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ പല്ലവി മുഴുവനായിട്ട് ഞാനൊന്ന് പാടിത്തരാം കേട്ടോ. കൂടെ പാടി നോക്കണേ. നിലാമഴയുടെ രാഗവേ പഞ്ചിക,
മീട്ടുവാൻ ആരൊരാൾ ചാരി വന്നു. നിലാമഴയുടെ രാഗമേ പഞ്ചിക മീട്ടുവാൻ ആരൊരാൾ ചാരി വന്നു. തരളിത ഭാവങ്ങൾ താമരയല്ലിപ്പോൾ ആരെയോ ഏറെ നാൾ കാത്തിരുന്നു. നിലാമഴയുടെ രാഗമേ പഞ്ചിക മീട്ടുവാൻ ആരൊരാൾ ചാരി വന്നു. പൂവുകൾ മൂടുമീ ആശ്രമവാടിൽ ഏകയാമോരിതൾ താരുപോലെ. പൂവുകൾ മൂടുമീ ആശ്രമവാടിൽ ഏകയാമോരിതൾ താരുപോലെ. ഇതാണ്. ഓക്കെ, അപ്പം നമുക്ക് ഫസ്റ്റ് ലൈൻ നോക്കിക്കേ. പൂവുകൾ എന്നാണ്. പൂവുകൾ അവിടെ തന്നെ സ്റ്റാർട്ട് ചെയ്യണം കേട്ടോ. പൂവുകൾ മൂടുമീ അമ്മായിക്ക് ജസ്റ്റ് ഒരു പുഷ് കൊടുത്തിട്ട് പാടിയാൽ മതി. മൂടുമീ എന്ന് പാടണം. അപ്പം ആ ഒരു സ്റ്റൈൽ വരും. പൂവുകൾ മൂടുമീ ആശ്രമ ആശ്രമ എന്നാണ്. ആശ്രമ വാടി വാടി മുകളിലേക്ക് കയറണം. ആശ്രമ വാടി അവിടെ ഇൽ എന്നെടുക്കുന്നത് കുറച്ച് സംഗതികളുണ്ട്. ആശ്രമ വാടി ആ സംഗതി അവിടെ കൊണ്ടുവരണം കേട്ടോ. ഒന്നുകൂടെ പാടാം. പൂവുകൾ മൂടുമീ ആശ്രമവാടി. കണ്ടോ? ആശ്രമവാടി എന്നാണ് ആ സംഗതി. ക്ലിയർ ആയോ? അടുത്ത വരി നോക്കിക്കേ. അങ്ങനെയാണ് കൊണ്ടുവരുന്നത്. ഉണ്ട് അവിടെ. ഓരോന്നും ശ്രദ്ധിച്ച് പാടണം കേട്ടോ. ചെറിയ ചെറിയ നോട്ടുകൾ അവിടെ ഉണ്ട്. അവിടെ പിന്നെ നമ്മൾ താഴേക്ക് കൊണ്ടുവരുന്നുണ്ട്. അതായത് രണ്ടാമത്തെ സംഗതി വേറെയാണ്. അപ്പോൾ അത് 2 പ്രാവശ്യം നമ്മൾ പാടുന്നുണ്ട്. അപ്പോൾ ഫസ്റ്റ് പാടുമ്പോൾ താരുപോലെ താരുപോലെ ആ സംഗതി കൊണ്ടുവന്നിട്ടാണ് രണ്ടാമത് നമ്മളത് റിപ്പീറ്റ് ചെയ്യുന്നത്. താരുപോലെ ഇങ്ങനെ കൊണ്ടുവരണം കേട്ടോ. നോക്കിയേ, ആ താരുപോലെ എടുത്തിട്ട് നമ്മൾ വീണ്ടും ആ വരികൾ പാടുകയാണ്. അപ്പം എങ്ങനെ വരുന്നു നോക്കിക്കേ. താരുപോലെ പൂവുകൾ മൂടുമീ ആശ്രമവാടി അവിടെ. പിന്നെ അടുത്ത വരിയിൽ മാറ്റം വരുന്നുണ്ട്. എന്നാണ്.
അവിടെ പ്ലെയിൻ ആണ്, പിന്നെ അവിടെ സംഗതി കൊടുക്കുന്നില്ല. നമ്മൾ അടുത്ത വരിയിലേക്ക് പോവാണ് കേട്ടോ. അടുത്ത വരി നോക്കിക്കേ. സുഖമുള്ള നോവുകൾ എന്നാണ്. സുഖമുള്ള നോവുകൾ നോ നോ ആ എന്നാണ്. സുഖമുള്ള നോ ആ കുഞ്ഞു കുഞ്ഞു കിടുകിട് സംഗതിയാണ്, പാടിയെടുക്കണം. സുഖമുള്ള നോവുകൾ ആ നോവുകൾ കവിതയായി നമ്മൾ പാടുമ്പോൾ ആ ഒരു ലയം കൊടുത്തിട്ട് പാടണം കേട്ടോ. സുഖമുള്ള നോവുകൾ കവിതയായി തൂകുമി എന്നുള്ളിടത്ത് വ്യത്യാസമുണ്ട്, നോക്കിയിട്ട് പാടും. കവിതയായി അതാണ് വരുന്നത്. ആ എന്നാണേ. കവിതയായി കുമി അവിടെ. സുഖമുള്ള നോവുകൾ കവിതയായി തൂകുമി മഴയുടെ പാട്ടിലൂ എന്നാണ്. മഴയുടെ പാട്ടിലൂ. അവിടെ ഓരോ പോയിന്റും ശ്രദ്ധിച്ച് പഠിക്കണം കേട്ടോ. മഴയുടെ പാട്ടിലൂ എന്നാണ് വരുന്നത്. ഒന്നുകൂടെ പാടിക്കേ. മഴയുടെ പാട്ടിലൂടൊഴുകി വന്നു എന്നാണ്. മഴയുടെ പാട്ടിലൂടൊഴുകി വന്നു എന്നാണ് കേട്ടോ. നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞിരുന്നത് കേട്ടോ. കുറേ ഇങ്ങനെ കേൾക്കുമ്പോൾ നമ്മളങ്ങ് പഠിക്കും, അതുകൊണ്ടാണേ. അടുത്ത വരി നിദ്ര. അവിടെ കുറച്ച് കയറി പോകുന്നുണ്ട്. നിദ്ര വിവശയായി എന്നാണ്. നമ്മൾ ആദ്യം മുകളിലേക്ക് കയറുന്നു, പിന്നെ താഴേക്ക് വരുന്നു. നിദ്ര വിവശയായി നിദ്ര വിവശയായി കാത്തിരുന്നു എന്നാണ് കേട്ടോ. പൂവുകൾ മൂടുമീ ആശ്രമവാടിയിൽ ഏകയാമോരിതൾ താരുപോലെ. പൂവുകൾ മൂടുമീ ആശ്രമവാടിയിൽ ഏകയാമോരിതൾ താരുപോലെ. സുഖമുള്ള നോവുകൾ കവിതയായി തൂകുമീ മഴയുടെ പാട്ടിലൂടൊഴുകി വന്നു. സുഖമുള്ള നോവുകൾ കവിതയായി തൂകുമീ മഴയുടെ പാട്ടിലൂടൊഴുകി വന്നു. നിദ്ര വിവശയായി കാത്തിരുന്നു. നിലാമഴയുടെ രാഗമേ വഞ്ചിക നീട്ടുവാൻ ആരൊരാൾ ചാരി വന്നു. ഇങ്ങനെയാണ് പോകുന്നത് കേട്ടോ അനുപല്ലവി. ഇനി അതിൻ്റെ ചരണം നോക്കിയേ. ഈണവും താളവും ആത്മസംഗീതവും സംഗതി ഉണ്ട് കേട്ടോ അവിടെ. ലാളിക്കുമോ മന ചിന്തുപോലെ. നമ്മൾ അനുപല്ലവിയിൽ പാടിയിട്ടുള്ള അതേ സംഗതികൾ തന്നെയാണ് ഇവിടെയും കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഒരുപാട് ഞാനത് എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ആവശ്യമില്ല, നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ മനസ്സിലാവും. ഒന്ന് പറഞ്ഞു പോവാം കേട്ടോ. ഈണവും താളവും നേരത്തെ നമ്മൾ പാടിയ പോലെ തന്നെ. ഈണവും
ആ സംഗതി കൊടുത്തിട്ടുണ്ട്. മുകളിൽ അതേ സംഗതി നമ്മൾ പഠിച്ചിട്ടുണ്ട് കേട്ടോ. ആത്മസംഗീതവും അത് റിപ്പീറ്റ് ചെയ്യണം നമ്മൾ വീണ്ടും കേട്ടോ. ഈണവും താളവും ആത്മസംഗീതവും ലാളിക്കുമോ മന. രണ്ടാമത് പാടുമ്പോൾ ആ സംഗതി കൊണ്ടുവരണം. ലാളിക്കുമോ മന എന്നാണ്. ചിന്തു പോലെ പ്ലെയിൻ ആയിട്ട് കൊടുക്കുക. ദെൻ അടുത്ത വരെ മനസ്സിലെ പൂവള്ളി. ഓർമ്മയുണ്ടോ നേരത്തെ പാടിയത്? അതുപോലെ തന്നെ മനസ്സിലെ പൂവള്ളി തഴുകും സുഗന്ധമായി. ഓക്കെ, മനസ്സിലെ പൂവള്ളി തഴുകും സുഗന്ധമായി, തഴുകും സുഗന്ധമായി, തഴുകും സുഗന്ധമായി, സുഗന്ധമായി. ഓക്കെ, പുലരുളി പൂ എന്നാണ്. പുലരുളി പൂ പൂത്തുലഞ്ഞു എന്നാണ് കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് ലൈൻ നോക്കൂ. ലജ്ജാവിവശയായി നമ്മൾ നേരത്തെ പാടിയിട്ടുണ്ട്. അതുപോലെ തന്നെ ലജ്ജാവിവശയായി, വിവശയായി കാത്തിരുന്നു. ക്ലിയർ ആയോ? ഇനി ഈ ചരണം ഞാനൊന്ന് മുഴുവനായിട്ട് പാടിത്തരാം, നോക്കൂ കേട്ടോ. ഈണവും താളവും ആത്മസംഗീതവും ലാളിക്കുമോ മന ചിന്തു പോലെ. ഈണവും താളവും ആത്മസംഗീതവും ലാളിക്കുമോ മന ചിന്തു പോലെ. മനസ്സിലെ പൂവള്ളി തഴുകും സുഗന്ധമായി, പുലരുളി പൂ പൂത്തുലഞ്ഞു. മനസ്സിലെ പൂവള്ളി തഴുകും സുഗന്ധമായി, പുലരുളി പൂ പൂത്തുലഞ്ഞു. ലജ്ജാവിവശയായി കാത്തിരുന്നു. ഇനി നമ്മൾ പല്ലവി വീണ്ടും പാടാണ് കേട്ടോ. നിലാമഴയുടെ രാഗമേ പഞ്ചിക മീട്ടുവാൻ ആരൊരാൾ ചാരി വന്നു. തരളിത ഭാവങ്ങൾ താമരയല്ലി പോൽ ആരെയോ ഏറെ നാൾ കാത്തിരുന്നു. നിലാമഴയുടെ രാഗമേ പഞ്ചിക മീട്ടുവാൻ ആരൊരാൾ ചാരി വന്നു എന്ന് പാടിയിട്ട് സ്റ്റോപ്പ് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമ്മളെ പാട്ട് ഇത്രയേ ഉള്ളൂ. ലൈറ്റ് മ്യൂസിക് എല്ലാവരും നന്നായിട്ട് പഠിച്ചിട്ട് പോകണം കേട്ടോ. സബ് ജില്ലയിലേക്ക് പറ്റിയ ലൈറ്റ് മ്യൂസിക് തന്നെയാണ്. നന്നായിട്ട് പാടുക. ഓക്കെ, എന്നിട്ട് സമ്മാനം കിട്ടിയ എന്നോട് പറയണം കേട്ടോ. കമൻറ്റ് ഇടണേ താഴെ. ശരി, ഓക്കെ, അപ്പോൾ നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.